അങ്ങനെ ഇപ്പോൾ കടലിൽ തകർന്നു വീണ് കിടക്കുന്ന പഴയൊരു ഷീൽഡിന്റെ ഹെലികാരിയറിലേക്ക് വരുന്ന നമ്മുടെ സ്പൈഡർമാനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. സൂപ്പർ വില്ലനായ ഗ്രീൻ ഗോബ്ലിൻ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞ് പുള്ളിക്കാരനെ പിടികൂടുവാനാണ് സ്പൈഡർമാൻ അവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ ഹെലികാരിയറിന്റെ ഉള്ളിൽ വന്ന സ്പൈഡർമാൻ അധികം വയ്യാതെ തന്നെ ഗ്രീൻ ഗോബ്ലിനെ കണ്ടെത്തുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഗ്രീൻ ഗോബ്ലിന്റെ അടുത്ത് സൂപ്പർ വില്ലനായ ഇലക്ട്രോയിൽ നിൽക്കുന്നത് കണ്ടിട്ട് എന്തോ വലിയ തെറ്റായ കാര്യം ചെയ്യുവാൻ രണ്ടുപേരും പ്ലാൻ ചെയ്യുകയാണെന്ന് മനസ്സിലായ സ്പൈഡർമാൻ ആണെങ്കിൽ അവരുടെ രണ്ടിൻ്റെയും സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ഇപ്പോൾ ഗ്രീൻ ഗോബ്ലിൻ ആണെങ്കിൽ സീജ് പെരിലാസ് എന്ന ഒരു മാന്ത്രിക കണ്ണാടി ഇലക്ട്രോയെ കാണിച്ചിട്ട് ഈ കണ്ണാടി ഉപയോഗിച്ച് നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ സാമ്യമുള്ള മറ്റ് യൂണിവേഴ്സുകളിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കുമെന്നും അങ്ങനെ ഒരുപാട് സ്പൈഡർമാൻമാരെ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് ഗ്രീൻ ഗോബ്ലിൻ ഇലക്ട്രോയോട് പറഞ്ഞതും ഇപ്പോൾ ഇവിടെയുള്ള സ്പൈഡർമാൻ്റെ കയ്യിൽ നിന്നും ആവശ്യത്തിൽ കൂടുതൽ തല്ല് കിട്ടുന്നുണ്ടെന്നും തനിക്ക് വേറെ സ്പൈഡർമാനെ ഒന്നും കാണണ്ടായെന്ന് പറഞ്ഞ് ഇലക്ട്രോ അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങിയതും അപ്പോൾ തന്നെ കണ്ണാടി എടുത്ത് ഇലക്ട്രോയുടെ ദേഹത്തൊന്ന് തൊട്ട് ആ കണ്ണാടിയുടെ ഉള്ളിലേക്ക് ഇലക്ട്രോയെ വലിച്ചെടുത്ത് തടവിലാക്കുകയാണ് ഗ്രീൻ ഗോബ്ലിൻ.